ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പി ശ്രീ കുക്ക്ഡ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ഓട്സ് ഉപ്മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് എടുത്താലും മതി. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലോട്ട് 1/2 ഇഞ്ച് വലുപ്പത്തിലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ 1 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയൊക്കെ അളവിന് മാറ്റം വരുത്താം. ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ 1 സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. സവോള ഒന്ന് വഴണ്ട് വന്നാൽ മതി. ഇനി ഇതിലോട്ട് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. കൂടെ തന്നെ ഈ സമയത്ത് ഉപ്പുമാവിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഓട്സ് ചേർക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഓട്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇവിടെ ഓട്സൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം. തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഓട്സ് ഉപ്മാവ് കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ സവോള ചേർക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് അങ്ങനെയുള്ള വെജിറ്റബിൾസും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഈ ഓട്സ് ഉപ്മാവ് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് ടൈമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ഈ ഓട്സ് ഉപ്മാവ് ഹെൽത്തി ആക്കാം. അപ്പോൾ ദാ ഓട്സ് ഉപ്മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനാണെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് അടച്ച് വെക്കും. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുക. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ. നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഓട്സ് ഉപ്മാവ് തയ്യാറായിട്ടുണ്ട്. ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.